ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും ഷഫിൾ ചെയ്ത് വെച്ച് കാർഡ് വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ കാർഡ് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയും സമയം പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അവസാനിച്ചു എന്ന് കരുതിയിരിക്കുന്ന കാര്യങ്ങളിൽ അത്ഭുതം സംഭവിക്കാൻ പോകും. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെയോ കാര്യങ്ങൾ അവസാനിച്ചു, അത് എന്നേക്കുമായിട്ട് അവസാനിച്ചു എന്നാണ് നിങ്ങൾ കരുതിയിരിക്കുന്നത് അല്ലേ? പക്ഷേ അവിടെ ദൈവത്തിൻ്റെതായിട്ടുള്ള അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. അത്ഭുതം സംഭവിക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ടൈംലെസ് ആണ്. ഇത് എല്ലാവർക്കും റെസനേറ്റ് അല്ല. എല്ലാവരുടെ ലൈഫിൽ അവസാനിച്ചതെല്ലാം തിരിച്ചു വരാൻ പോകുന്നില്ല. ചില വ്യക്തികളുടേതാണ് കേട്ടോ. ചിലവർക്കാണ്, അതായത് എല്ലാവർക്കും കാണുന്നവർക്ക് എല്ലാം റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക. ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഇത് കാണേണ്ടത് അപ്പോഴാണ് നിങ്ങൾ കാണുക. ഒരു വട്ടം കണ്ടു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് കറങ്ങി തിരിഞ്ഞ് ഒരുപക്ഷെ വീണ്ടും ഒന്ന് കാണണം തോന്നിയാൽ അത് നിങ്ങളുടെ ടൈമാണ്. അപ്പൊ നിങ്ങൾ വീണ്ടും കാണുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോ നിങ്ങൾക്ക് ടാരോട്ട് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ടാരോട്ട് പഠിക്കാൻ ആവശ്യമുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഒരു മാസം കൊണ്ട് തന്നെ റീഡിംഗ് പഠിപ്പിക്കുന്നതായിരിക്കും. ഒരു മാസം മതി. എൻ്റെ കൂടെ റീഡിംഗ് എടുക്കാൻ, ഒരു റീഡിംഗ് പഠിക്കേണ്ടവർക്ക് ഒരു മാസം കൊണ്ട് തന്നെ റീഡിംഗ് പഠിക്കാൻ പറ്റും. അപ്പോൾ ഫീസൊക്കെ ന്യായമായ ഫീസാണ്. താല്പര്യമുള്ളവർക്ക് പഠിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ടൈംലെസ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം. എന്തായാലും നിങ്ങൾ എൻ്റെ റീഡിങ് നിങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ച് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ അറിയുന്നവർ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥനയോടെയൊക്കെ ഒന്ന് കാണുക. നിങ്ങൾ അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുന്ന നേരത്ത് നിങ്ങൾക്ക് ഇതൊക്കെ കാണരുത്. നിങ്ങളൊന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കുന്ന സമയങ്ങളിൽ കാണണം കേട്ടോ. അപ്പോൾ റീഡിങ്ങിലേക്ക് കടക്കാം. 10 of Earth, Wheel, High Priestess, Transformation, Empress, Ace of Air, Balance, 8 of Fire, Ace of Cup, Ace of Water, King of Earth, 3 of Air, Dreamer, 7 of Air, King of Water, Page of Earth. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലൈഫിൽ അവസാനിച്ചു എന്ന് കരുതിയിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലേ. നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും അവസാനിച്ചു, ഇനി എന്റെ ലൈഫിലേക്ക് അത് വരില്ല എന്നുള്ള മനോഭാവത്തിൽ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങളുടെ ലൈഫിൽ പലതും അവസാനിച്ചിട്ടുണ്ട്. അതായത് ടവർ വന്നിട്ടുണ്ട്, ടവർ മൂവ്മെന്റ്. അപ്പൊ അത് എന്താന്ന് വെച്ചാല്, നിങ്ങളുടെ ലൈഫില് സന്തോഷകരമായ ഒരു ദാമ്പത്യ ബന്ധം അവസാനിച്ചിട്ടുണ്ടാകാം, ദാമ്പത്യ ജീവിതം അവസാനിച്ചിട്ടുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം, ഒരുപക്ഷെ മരിച്ചു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫ് മരിച്ചു പോയിട്ടുണ്ടാവാം, നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിൽ വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ പ്രോബ്ലം ഉണ്ടാക്കിയിട്ടുണ്ടാവാം, നിങ്ങൾക്കിടയിൽ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടാവാം. തേർഡ് പാർട്ടി, ഒരുപക്ഷെ തേർഡ് പാർട്ടി എന്നൊരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഒരുപാട് കാരണങ്ങളാവാം, അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികളാവാം. അതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി വന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ തേർഡ് പാർട്ടികളായ കുറെ പേര് വന്നതിന്റെ പേരിൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വേറൊരു തേർഡ് പാർട്ടി മൂലം നിങ്ങളുടെ കുട്ടികളെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, അല്ല കുട്ടി മരണപ്പെട്ടിട്ടുണ്ടാവാം, അങ്ങനെയൊക്കെ അല്ലെ. അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും, അമ്മ, അച്ഛൻ, അങ്ങനെയൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും വഴിയിൽ ഇനി കൂടിച്ചേരാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം അല്ലെ. അപ്പോ അങ്ങനെ നിങ്ങൾ ദുഃഖത്തിലിരിക്കുന്ന അവസ്ഥകളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി മരിച്ചിട്ടുണ്ടാവാം. ചില വ്യക്തികളുടെ ഒക്കെ നമ്മൾ കണ്ടില്ല, ആകെ 2 കുട്ടികളായിരിക്കും ഉണ്ടാവുക. ആ 2 കുട്ടികളും നഷ്ടപ്പെട്ടിട്ടുള്ള അമ്മമാരെ അച്ഛനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയല്ല, ഒരു കുട്ടിയെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നഷ്ടങ്ങൾ നിങ്ങൾ ചില വ്യക്തികൾക്ക്, എല്ലാവർക്കും ആണെന്ന് ഞാൻ പറയുന്നില്ല, ചില വ്യക്തികൾ, ചിലപ്പോ അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ വ്യക്തികൾ ഈ റീഡിങ് കാണുന്നുണ്ടാവാം. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ റീഡിങ് എടുക്കുന്നത്. അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. എപ്പോഴും നമ്മൾക്ക് നഷ്ടപ്പെട്ട എല്ലാവർക്കും എല്ലാം തിരിച്ചു കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല.
കുറച്ച് പേര്. അപ്പൊ അങ്ങനെ ആർക്കൊക്കെയോ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റീഡിങ് എടുക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആർക്കൊക്കെയോ ഇത് കാണുമ്പോൾ ഒരുപക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ ലൈഫിലേക്ക് തിരിച്ചു വരും എന്നുള്ള ഒരു മനോഭാവം ഒരുപക്ഷെ വരാം. ഒരുപക്ഷെ ഇപ്പം കുട്ടിയെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു അമ്മയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പേരൻസ് ആണെങ്കിൽ അവർക്ക് അടുത്ത ഒരു കുട്ടി ഉണ്ടാവാം എന്ന് പറയാം. ഒരു കുട്ടി ഉണ്ടാവാം അല്ലെ. അവർക്ക് ഒരു പക്ഷെ അബോർഷനിലൂടെ കുട്ടികളെ ചിലപ്പം ഓരോന്നായിട്ട് അബോർഷനായി പോകുന്നുണ്ടാവാം. അങ്ങനെ കുട്ടി ഉണ്ടാവാതെ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ അവർക്കൊരു കുട്ടി ഉണ്ടാവാം അല്ലെ. അങ്ങനെ ഒരു അത്ഭുതം ഒരുപക്ഷെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവാം ഇനി സംഭവിക്കില്ല, ഇനി ഉണ്ടാവില്ല, ഇനി പ്രഗ്നന്റ് ആവില്ല, അല്ലെങ്കിൽ പ്രഗ്നന്റ് ആവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ അവിടെ യൂണിവേഴ്സിന്റെ അല്ലെങ്കിൽ നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് അവിടെ ഒരു അത്ഭുതം ചെയ്യും. അത്ഭുതം സംഭവിക്കില്ലെന്ന് നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റത്തില്ലല്ലോ. തീർച്ചയായിട്ടും ദൈവത്തിന് നമ്മൾക്ക് മനുഷ്യൻ ചെയ്തതിനേക്കാൾ, മനുഷ്യന്റെ കഴിവിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ ദൈവത്തിനല്ല യൂണിവേഴ്സിന് ചെയ്യാൻ പറ്റും. അതെനിക്ക് നല്ലവണ്ണം എനിക്കറിയാവുന്ന ദൈവത്തിന് ഒരുപാട് അത്ഭുതം ചെയ്യാൻ കഴിയും. നമ്മളുടെ പ്രാർത്ഥനകൾക്ക് വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് എനിക്ക് ഉറച്ചു പറയാൻ പറ്റും. കാരണം എന്റെ ലൈഫിലേക്ക് ഒരുപാട് അത്ഭുതങ്ങൾ എന്റെ പ്രാർത്ഥനയിലൂടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് അത്ഭുതങ്ങൾ യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരും എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കണം, അതിനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ ലൈഫിൽ നിന്ന് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, മരണപ്പെട്ട വ്യക്തികൾ ഒരിക്കലും തിരിച്ചു വരില്ല. പക്ഷേ നിങ്ങൾ ഒരുപാട് നാൾ ഇനിയും ജീവിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങൾക്ക് ഇനിയും നിങ്ങളുടെ മരണപ്പെട്ടാരെങ്കിലും നിങ്ങളുടെ മക്കളാണെങ്കിൽ അതിനെ സമ്മാനമായ ഒരുപക്ഷെ നിങ്ങൾക്ക് വീണ്ടും പ്രസവിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കുട്ടി ഉണ്ടാകാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കുട്ടിയെ ദത്തെടുത്ത് വളർത്താനുള്ള ഒരു സാഹചര്യം യൂണിവേഴ്സ് ഉണ്ടാക്കി തരും. അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് മരിച്ചതാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു വ്യക്തിയെ നിങ്ങൾ വീണ്ടും വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് അത് തരും. അങ്ങനെയുള്ള രീതിയിലാണ്. അല്ലാതെ മരിച്ചുപോയ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ അത് ആർക്കും കഴിയില്ല. അല്ലാതെ നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ വ്യക്തിയിൽ ആരാണെങ്കിൽ നിങ്ങൾ മരിച്ചു പോയെങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് ജീവിച്ചല്ലേ പറ്റൂ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ തക്കതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ കിട്ടൂ. ആഗ്രഹിക്കാത്ത ഒരു കാര്യം ലൈഫിലേക്ക് വരില്ല. നമ്മളുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതാണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. നമ്മുടെ ഓരോ ലൈഫിലെ ഓരോ ഘട്ടങ്ങൾ നമ്മളുടെ ചിന്തകളാണ്. നമ്മൾ ചിന്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് വേണമെന്ന് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചത് നമ്മൾ ആഗ്രഹിച്ചെന്നുള്ളതല്ല. നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മുടെ ലൈഫിൽ അത് ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് അത് നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള നിങ്ങളുടെ ലൈഫിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്റെ ലൈഫിലേക്ക് വീണ്ടും വന്നിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ലഭിക്കും. അപ്പൊ അങ്ങനെ അങ്ങനെ കുട്ടികൾ ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും കുട്ടി ഉണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അബണ്ടന്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഒരുപാട് സമ്പത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് അബണ്ടന്റ് വരും. ഒരുപാട് സമ്പത്ത് വരും. എന്ത് 10 of Earth ഉണ്ടോ? 10 of Earth. അതുപോലെ എംപ്രസ് എന്ന് പറയുമ്പോൾ അബണ്ടന്റ് ആണ്. 10 of Earth, 10 of Pentacles എന്ന് പറയുമ്പോൾ ഒരു അബണ്ടന്റ് ആണ്, ഒരു കിങ് ആണ്. പ്രോസ്പെരിറ്റി, ട്രഡീഷൻ. ഒരുപക്ഷെ ട്രഡീഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് അവരൊരു വളരെയധികം ട്രഡീഷണൽ ആയിട്ട് കുടുംബം സ്വത്തൊക്കെ ഉണ്ടായിരുന്ന, കുടുംബ സ്വത്തല്ല ഒരുപാട് സ്വത്തുക്കളും ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് അവരുടെ സ്വത്തുക്കളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ഒരുപക്ഷെ അവരുടെ ഒരുപാട് ഏക്കർ കണക്കിനവർക്ക് സ്വത്തുക്കൾ ഉണ്ടാവാം, ബാങ്ക് ബാലൻസ് ഉണ്ടാവാം, വലിയ ബിസിനസ് ഉണ്ടാവാം, വലിയ വീടുണ്ടാവാം, കാർ എല്ലാം ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് പ്രത്യേക ചില സാഹചര്യങ്ങളിൽ അതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. ഒരുപക്ഷെ ഇതുപോലെ തന്നെ തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു വ്യക്തി മൂലമോ അല്ലെങ്കിൽ ഒരുപാട് വ്യക്തികൾ മൂലമോ ആയിരിക്കാം നിങ്ങൾക്ക് ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഇപ്പൊ വട്ടപൂജ്യമായിട്ട് ഇരിക്കുന്നുണ്ടാവാം ചില വ്യക്തികൾ, ഒരുപക്ഷെ ലേഡീസ് അല്ലെങ്കിൽ ജെന്റ്സ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് അത് തിരിച്ചു വരും. പക്ഷെ നിങ്ങൾ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ വരൂ. എന്റെ ലൈഫിൽ നിന്ന് ഇതെല്ലാം നഷ്ടപ്പെട്ട് എനിക്കില്ല, ഇനി ലൈഫില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് അതൊക്കെ നഷ്ടപ്പെടാൻ കാരണം ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആവാം, ഒരുപക്ഷെ നിങ്ങളുടെ വൈഫാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവാകാം. അങ്ങനെ ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ മറ്റൊരാളുടെ കൂടെ പോയിട്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ജീവിതം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തകർന്നിട്ടുണ്ടാവാം. ആ ഒരു തകർച്ചയിലാവാം ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക്
ലൈഫിൽ ഒരു പ്രതീക്ഷ ഇല്ലാത്തൊരവസ്ഥയിൽ ഒരുപക്ഷെ ചിലതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ആ ഒരു നഷ്ടങ്ങൾ ഒരുപക്ഷെ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തിരിച്ച് നിങ്ങൾ ആ നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ വൈഫ് മൂലം, വൈഫിനെ നഷ്ടപ്പെട്ടതിന്റെ പേരിലാവാം നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ടതിന്റെ പേരിലാവാം എല്ലാം നഷ്ടപ്പെട്ടെങ്കിൽ മറ്റു നഷ്ടപ്പെട്ട ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക്, ഒരുപക്ഷെ ആ വ്യക്തി തന്നെ ആവാം, അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാവാം. യൂണിവേഴ്സായിട്ട് നിങ്ങളെ കൊണ്ടുവരിക, നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട്. ചില വ്യക്തികൾക്ക്, അതെല്ലാവർക്കും അല്ല, കുറച്ചു പേർക്ക് മാത്രം. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു. വലിയ ഒരു അഭിവൃദ്ധി തന്നെ, പ്രോഗ്രസ്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു വലിയ പ്രോഗ്രസ്, സക്സസ് എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കരുത്. ഒരുപക്ഷെ നിങ്ങൾ ഈ കണ്ട നാളുകളിലൊക്കെ ഒരു യാചകനെ പോലെ ആയിരിക്കാം ജീവിച്ചത്. എല്ലാം ഉണ്ടായിരുന്നിരിക്കാം, വലിയ സമ്പത്തിനെല്ലാം ഉടമയായി, വലിയ നിലയിലെല്ലാം ഉണ്ടായിരുന്ന എല്ലാ സന്തോഷത്തോടെ ഈ കിങ് ഓഫ് എനർജിയിൽ നിങ്ങൾ ജീവിക്കുകയായിരിക്കും. കിങ് ഓഫ് പെന്റിക്കിൾസ് എനർജിയിൽ ആ ഒരു അവസ്ഥയിൽ ജീവിച്ച നിങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട ഒരു യാചകന്റെ അവസ്ഥയിൽ ജീവിച്ചിട്ടുണ്ടാവാം. ആ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ നല്ലൊരു അവസ്ഥ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ എനിക്ക് നഷ്ടപ്പെട്ടതിനെല്ലാം എനിക്ക് തിരിച്ചു വേണം, ഒരുപക്ഷെ അങ്ങനെ നിങ്ങളുടെ ലൈഫിലേക്ക് അത് തിരിച്ചു കൊണ്ടുവരാൻ ഏതെങ്കിലും ഒരു വ്യക്തികളെയും സാഹചര്യങ്ങളെയും യൂണിവേഴ്സായിട്ട് ഒരുക്കിയിട്ടുണ്ടാവാം. അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നന്മ ചെയ്തിട്ടുള്ള വ്യക്തി ആയിട്ടുള്ളത് കൊണ്ടാവാം. നിങ്ങൾ നേരായ മാർഗത്തിലൂടെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആയിരുന്ന സ്വത്തുക്കളാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് തിരിച്ചു കിട്ടൂ. നേരായ മാർഗത്തിലൂടെ, അല്ലെ പാരമ്പര്യമായിട്ട് നേരായ വഴിക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സ്വത്തുക്കളായിരിക്കാം. ഏതെങ്കിലും ദുഷ്ട വ്യക്തി മൂലം നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ലഭിക്കും. പക്ഷെ ഇടയ്ക്ക് നിങ്ങൾക്ക് ആ ഒരു കാലഘട്ടം വന്നത് നിങ്ങൾക്കത് ഒരു ജഡ്ജ്മെന്റ് കാലഘട്ടം ആവാം. ഒരുപക്ഷെ നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാവാം അങ്ങനെ ഒരു മൂന്നാമതൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്ന് അതൊക്കെ നഷ്ടപ്പെട്ടെങ്കിൽ അതൊന്നും നിങ്ങളുടെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ടാവാം നഷ്ടപ്പെട്ടത്. അപ്പൊ അതിനെയൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷെ നിങ്ങളുടെ വൈഫ് നിങ്ങൾ മറ്റൊരാളുടെ കൂടെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ഒരു ശ്രദ്ധക്കുറവ് ഉണ്ടായിരിക്കും. നിങ്ങൾ വേണ്ട വിധത്തിൽ അവരെ നിങ്ങളെ പരിഗണിച്ചിട്ടുണ്ടാവില്ല. ഒരുപക്ഷെ നിങ്ങളൊരു ബിസിനസ്മാൻ ആണെങ്കിൽ നിങ്ങൾ കൂടുതലും നിങ്ങൾ ആ ഒരു ബിസിനസ്സിലായിരിക്കും ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. നിങ്ങൾക്ക് പണം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളായിരിക്കും. നിങ്ങളുടെ വൈഫിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, അവർക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചിട്ടുണ്ടാവില്ല, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ സമയം ചെലവഴിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാവാം ഒരു പക്ഷെ നഷ്ടപ്പെട്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ടത്. അല്ലെങ്കിൽ അതോടൊപ്പം നിങ്ങളത് കാര്യമായിട്ട് എടുത്തിട്ടുണ്ടാവില്ല. നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങളുടെ സ്വത്തുക്കൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ബിസിനസ് കാര്യത്തിലായിരിക്കും. അപ്പൊ അവിടെ നിങ്ങൾക്കൊരു ജഡ്ജ്മെന്റിന്റെ ആവശ്യമുണ്ട്. നിങ്ങളുടെ ലൈഫ് ഒരു ലെസൺ ആയിട്ട് ഒരു പാഠം ലഭിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാം നമുക്ക് വേണം. ഫാമിലി ലൈഫ് വേണം, ബിസിനസ് നമ്മുടെ സാമ്പത്തികം, അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് വേണം, അല്ലെങ്കിൽ ജോലി വേണം, എല്ലാം വേണം. എല്ലാം നമുക്ക് വേണ്ടതാണ്. അപ്പൊ ഒന്നിനെ മാറ്റി നിർത്താൻ പറ്റില്ല. രണ്ടും നമുക്ക് ഒരുപോലെ കൊണ്ടുപോകണം എന്നൊരു പാഠം ചിലർക്ക് തരാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ ദൈവം ഒരു ജഡ്ജ്മെന്റ് കാലഘട്ടം നിങ്ങളുടെ ലൈഫിൽ തരുന്നുണ്ട്. അപ്പൊ ആ ഒരു കാലഘട്ടം അവസാനിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് തീർച്ചയായിട്ടും പുതിയ ചില വ്യക്തികളെയും സാഹചര്യങ്ങളെയും കൊണ്ടുവരും. ആ സാഹചര്യങ്ങളിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടും നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കും. അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങളൊരു ഡ്രീമർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ഒരുപാട് ഡ്രീം ഉണ്ടായിരിക്കണം. നിങ്ങൾ ആ നഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് അത്രയും പ്രിയപ്പെട്ടതായിരിക്കണം. നഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾക്കതിൽ വിശ്വസിക്കണം. നിങ്ങൾ അതിനെ പ്രതീക്ഷയോടെ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥനയോടെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരും. അല്ലെങ്കിൽ എനിക്ക് എന്റെ ആ ഒരു പഴയ ജീവിതത്തിലേക്ക് എത്താൻ കഴിയും, ഞാനെല്ലാം തിരിച്ചു പിടിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു ഡ്രീം ഉണ്ടായിരിക്കണം. എങ്കിലേ നിങ്ങൾക്കത് ലഭിക്കൂ. അല്ലാതെ വരുന്നെങ്കിൽ വരട്ടെ, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ള രീതിയിൽ പോവാതെ നിങ്ങൾ അതിനായിട്ട് ഉറച്ച മനസ്സോടെ കാത്തിരിക്കുക. യൂണിവേഴ്സിനോട് പറഞ്ഞ് കാത്തിരുന്ന തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ പലരും നല്ലൊരു അമ്മയാണ്, നല്ലൊരു അച്ഛനാണ്, നല്ലൊരു എന്താ പറയാ, നല്ലൊരു കുടുംബനാഥനാണ്, നാഥയാണ് ഇതിൽ കാണുന്നത് പല വ്യക്തികളും. ടീച്ചറായിട്ടുള്ള ചില വ്യക്തികളെ കാണുന്നുണ്ട്. ടീച്ചിങ്, ഏത് മേഖലയിലും ടീച്ചിങ് ആയിട്ടുള്ള വ്യക്തികളെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന, മറ്റുള്ളവർക്ക് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്ന അങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ. ഹൈ പ്രീസ്റ്റസ് എനർജി കാണുന്നുണ്ട്. ദൈവത്തോട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു ഇൻഡ്യൂഷൻ,
യൂണിവേഴ്സിനോട് വളരെ അധികം അടുത്ത് നിൽക്കുന്ന, യൂണിവേഴ്സൽ പവറിൽ വിശ്വസിക്കുന്ന, അല്ലെ ദൈവത്തിന്റെ ശക്തിയിൽ വിശ്വസിക്കുന്നവരെ കാണുന്നുണ്ട്, വളരെയധികം ദൈവത്തോട് അടുത്ത് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ, വിഷമങ്ങളുള്ള അനുഭവിച്ച വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഒരു ദൈവികമായിട്ടുള്ള ശക്തി കൂടും. ലേഡീസ് ആണെങ്കിൽ പ്രത്യേകിച്ചും ദൈവത്തോട് വളരെയധികം ഇൻഡ്യൂഷനും അല്ലെങ്കിൽ വളരെയധികം ദൈവികമായൊരു അനുഭവത്തിലൂടെ പോകുന്നവരായിരിക്കും, ഡിവൈൻ പവർ ഉള്ളവരായിരിക്കും ലേഡീസ് ആണെങ്കിൽ കൂടുതൽ പേരും. ലേഡീസിന് അവർക്ക് ഒറ്റയ്ക്കും പോകുമ്പോൾ അവർക്ക് കൂടെ ഒരു ശക്തി വേണം, അത് ദൈവത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു പവറിലൂടെ അവർക്ക് എല്ലാത്തിനും ഏതൊരു പ്രശ്നങ്ങളും തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റും തീർച്ചയായിട്ടും. പിന്നെ നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾക്കൊരു സെൽഫ് കൺട്രോൾ വേണം, ബാലൻസിൽ എല്ലാം നിങ്ങളൊരു ബാലൻസിൽ കൊണ്ടുവേണ്ടതുണ്ട്. നിങ്ങളുടെ ലൈഫ് ഒരു ബാലൻസിൽ പോവേണ്ടതുണ്ട്. ഒന്നിനോടും അമിതമായിട്ടുള്ള ഒരു ഇതിലേക്ക് പോവേണ്ട, സ്നേഹമായാലും ആരും അമിതമായിട്ട് വിശ്വസിക്കാൻ പാടില്ല, എല്ലാം ഒരു ബാലൻസിൽ പോവുക, ആരോടും അധികമായിട്ടുള്ള ഒരു ഇതും വേണ്ട. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരെയും ഒരു ബാലൻസിൽ കൊണ്ടുപോവുക, എല്ലാവർക്കും ഒരു അകൽച്ചയിട്ട് അല്ലെങ്കിൽ ഒരു കൂടുതൽ അടുപ്പിക്കേണ്ടതില്ല, കൂടുതലായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കേണ്ടതില്ല, ഒരു ബാലൻസിൽ പോകുക ഏതൊരു കാര്യം നിങ്ങൾ, എങ്കിലും നിങ്ങൾക്ക് സക്സസിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒരു ന്യൂ ബിഗിനിങ് പലരുടെ ലൈഫിൽ കാണുന്നുണ്ട്, ന്യൂ ബിഗിനിങ്, പല കാര്യങ്ങളും നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം കാണുന്നുണ്ട്, പുതിയ തുടക്കം. ഒരുപക്ഷെ നിങ്ങൾക്ക് വിദേശത്ത് ജോലി ഇരുന്ന വ്യക്തികളാവാം, നിങ്ങൾക്ക് വിദേശത്തൊക്കെ പോയി അവിടെ നല്ല ബിസിനസ് അല്ലെങ്കിൽ നല്ല ജോലിയിൽ നല്ല ഹൈ ലെവലിൽ ഫാമിലി ആയിട്ടൊക്കെ ജീവിച്ചിരുന്നവരാവാം. ഇനി ഇപ്പൊ അതൊന്നും നടക്കത്തില്ല, ഇനി അതൊന്നും പോകാൻ പറ്റില്ല, പഴയ ഒരു ലൈഫ് ഇനി വരില്ല എന്നൊക്കെ നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇനിയുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് വീണ്ടും ലഭിക്കും, നിങ്ങൾ അതിനായിട്ട് ട്രൈ ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾക്കത് വീണ്ടും ലഭിക്കും. വിദേശത്ത് പോകാൻ പറ്റും, നിങ്ങൾക്ക് വീണ്ടും ജോലി ലഭിക്കും, അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഫാമിലിയായിട്ട് വീണ്ടും വിദേശത്ത് താമസിക്കാനൊക്കെയുള്ള ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും. നിങ്ങൾ അതിനായിട്ട് ഫസ്റ്റ് ആഗ്രഹിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക, അതിനായിട്ട് ട്രൈ ചെയ്യുക, തീർച്ചയായിട്ടും ലഭിക്കും. പിന്നെ വിദേശത്തൊക്കെ പോകാനായിട്ട് സ്റ്റുഡൻസ് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ വിദേശത്ത് പോകാനായിട്ട് വിസയ്ക്ക് വേണ്ടി പണമൊക്കെ നഷ്ടപ്പെട്ടു, ഒരു വട്ടം നിങ്ങൾക്ക് അതൊരു വട്ടം ശ്രമിച്ചു, അത് ലഭിച്ചില്ല, പണം പോലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ഒരുപക്ഷെ ഇനി അതിനൊരു പ്രതീക്ഷയൊക്കെ അവസാനിച്ചിരിക്കുന്നവരായിരിക്കും നിങ്ങൾക്ക്. പക്ഷെ ഇനിയും വിദേശത്ത് പോകാൻ പറ്റില്ല എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷ സഫലമാകാൻ പോവാണ്. നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള പുതിയ വഴികൾ തുറക്കാൻ പോവാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിദേശത്ത് പഠിക്കാൻ പോകാൻ പറ്റും, നിങ്ങൾക്ക് വിസ ലഭിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സ്റ്റഡീസ് നിങ്ങൾക്ക് പഠിക്കാൻ സ്റ്റുഡന്റ് വിസ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും അതിനായിട്ട് എവിടുന്നാണ് ഫണ്ട്, നഷ്ടപ്പെട്ടില്ല ഇനി എവിടുന്ന ഫണ്ട്. പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾ അതിനായിട്ട് ശ്രമിച്ചാൽ, ആഗ്രഹിച്ചാൽ അതിനുള്ള വഴികൾ യൂണിവേഴ്സ് തുറന്നു തരും. അതിനുള്ള വ്യക്തികളും സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് എത്തും. നിരാശ കളഞ്ഞിട്ട് നിങ്ങൾ അതിനായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും പോകാൻ, ആരെങ്കിലും അങ്ങനെ നിരാശപ്പെട്ട് പോകാൻ ഇനി കഴിയില്ല അല്ലെങ്കിൽ അതിനായിട്ട് പണമില്ല എന്ന് കരുതി വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അവസരം കൂടെയുണ്ട്. നിങ്ങൾ അതിനായിട്ട് ശ്രമിക്കുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാൻ കഴിയും. നിങ്ങൾക്ക് ആ ഒരു വ്യക്തി ആരൊക്കെയാണെന്ന് എനിക്കില്ല, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രോസ്പെരിറ്റി അല്ലെങ്കിൽ ഒരുപാട് അഫ്യൂർട്ടി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്, അബണ്ടന്റ് കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ കഷ്ടപ്പെട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ പഠനം കഴിഞ്ഞ് ജോലിയിൽ നിങ്ങൾക്ക് ലഭിക്കും, നല്ല ജോലി ലഭിക്കും. നിങ്ങൾക്ക് ഒരു അബണ്ടന്റ് നിങ്ങളെ കാത്തിരിപ്പുണ്ട്. ഒരു വിദേശ യാത്ര, വിദേശത്ത് നല്ലൊരു ലൈഫ് കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് പല കാര്യങ്ങൾക്കും. എല്ലാ കാർഡുകൾക്കും ഏഞ്ചൽ ഉണ്ട്, ഏഞ്ചൽ സപ്പോർട്ട് ഉണ്ട്. നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കാണണം, നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലിന്റെ സപ്പോർട്ട് ഉണ്ട് ഏതൊരു കാര്യത്തിനും. നിങ്ങൾ ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും നടക്കും. നിങ്ങൾ ആഗ്രഹിക്കാത്ത കൊണ്ടാണ്. നിങ്ങൾ ആഗ്രഹിക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ പെട്ടെന്ന് കിട്ടിയില്ലെന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഏതൊരു ആഗ്രഹം നടക്കാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിനെടുക്കുന്നത് പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോവാത്തതുകൊണ്ട്, നിങ്ങളുടെ ശക്തമായിട്ട് ആഗ്രഹിക്കാന്നിട്ടാണ്. നല്ല രീതിയിൽ ഹാർഡ് വർക്കും ചെയ്യണം. നമ്മൾ ഏതൊരു കാര്യം സാധിക്കുന്നത് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യണം. ആ ഒരു പോസിറ്റീവ് മൈൻഡിൽ മുന്നോട്ടേക്ക് പോവുക. ചിലപ്പോൾ പലവട്ടം തോൽവി ഉണ്ടാവാം, നിങ്ങൾ ആ തോൽവിയിൽ നിരാശപ്പെടാതെ മുന്നോട്ടേക്ക് പോവുക. പിന്നെ പല കാര്യങ്ങൾക്കും നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് വേണം. അപ്പൊ അതിനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പെട്ടെന്ന് ലൈഫിലേക്ക് വരണമെന്നില്ല, കുറച്ച് ടൈം എടുക്കുമോ. ഒരു പക്ഷേ വലിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് ടൈം കൂടുതൽ എടുക്കും. പക്ഷെ നിങ്ങൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക.
അത് ഞാൻ നേടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ പോയി നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ പലരുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട്. എന്തൊക്കെയോ പൊട്ടിത്തകർന്ന് ഇരിക്കുന്ന ഒരു അവസ്ഥയിലാണ് പലരും ലൈഫിൽ പല കാര്യങ്ങളും. പക്ഷെ അവിടെ നിന്ന് നിങ്ങൾക്കൊരു പുതിയ തുടക്കമാണ്. ഈ തുടക്കം നിങ്ങളുടെ ലൈഫിലേക്ക് വരണം. പല കാര്യങ്ങളിലും ഒരു പുതിയ തുടക്കമാണ്, ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലവറുമായിട്ട് പിരിഞ്ഞത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാഞ്ഞിട്ടാവാം. നിങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാഞ്ഞിട്ടാവാം. അപ്പൊ അവിടെ നിങ്ങളൊന്ന് പരസ്പരം ഒന്ന് വിശ്വസിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാത്തതുകൊണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാവാം. ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ നിങ്ങളുടെ വിശ്വാസമില്ലായ്മ കൊണ്ടാവാം, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ലവർ ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ആവുന്നതോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നില്ല. അപ്പൊ നിങ്ങൾ ഈ എന്തെങ്കിലുമൊക്കെ ഹൈഡ് ചെയ്യുന്നുണ്ടാവും ഒരുപക്ഷെ നിങ്ങൾ തമ്മിലൊരു അകൽച്ചയുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പരസ്പരം തുറന്നെല്ലാം സംസാരിക്കുക. തുറന്നു പറയേണ്ടത് തുറന്നു പറയുക, ഒന്നും മറച്ചു വെക്കാതിരിക്കുക. ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്, പരസ്പരം വിശ്വസിക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾ തമ്മിലൊരു അകൽച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് അത് തിരിച്ചു വരും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്, തിരിച്ചു വരാൻ പോകുന്നു. നിങ്ങൾ അതിനായിട്ട് കാത്തിരിക്കുക. നിങ്ങൾക്ക് ലക്ക്, ചിലർക്കൊരു ലക്ക്, അതായത് നിങ്ങൾക്കൊരു ഭാഗ്യ സമയമാണ്. ഭാഗ്യം, വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. ഭാഗ്യം, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഭാഗ്യം വരാൻ പോവുകയാണ്. ഭാഗ്യ സമയമാണ് നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ചില വ്യക്തികളുടെ ലൈഫില് ഇതുവരെ ഒരുപക്ഷെ വളരെ മോശമായ ഒരു അവസ്ഥയിലൂടെ പോയി നിങ്ങളുടെ മോശം സമയമായതുകൊണ്ടാവാം, നിങ്ങളുടെ ടൈമിൻ്റെതാവാം. ആ നിങ്ങളുടെ ടൈം വീല് കറങ്ങി നിങ്ങളുടെ ആ ഒരു നല്ല സമയത്തിലേക്ക് എത്തുകയാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ലക്ക് വരികയാണ്, ഭാഗ്യം വരികയാണ്, ഭാഗ്യ സമയമാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആകും. നിങ്ങളുടെ ലൈഫിലേക്ക് ലക്ക്, പ്രോഗ്രസ്, ചേഞ്ച് എല്ലാം വരാൻ പോവാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പോവുകയാണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ നിങ്ങൾ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്, എന്തൊക്കെ തിരിച്ചു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക. തിരിച്ചു വരണമെന്ന് നിങ്ങൾ ശക്തമായിട്ട് ആഗ്രഹിക്കുക, തീർച്ചയായിട്ടും തിരിച്ചു വരും. അങ്ങനെ നിങ്ങളുടെ ഭാഗ്യം, ചില വ്യക്തികളുടെ ഭാഗ്യ സമയത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അപ്പം ഭാഗ്യമാണ് ഈ 2024 ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വരും. അതിന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് ആഗ്രഹിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക. പ്രാർത്ഥിക്കുക, യൂണിവേഴ്സിനോട് നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നതും ശക്തമായിട്ട് ആഗ്രഹിക്കുന്നതും തീർച്ചയായിട്ടും ലഭിക്കും. യൂണിവേഴ്സ് ആയിട്ട് അത് നിങ്ങൾക്ക് തരും. ഇത് ഫുൾ ഏഞ്ചൽ കാർഡ്സ് ആണ്. നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ യൂണിവേഴ്സ് ശക്തമായിട്ട് പ്രവർത്തിക്കും. ഈ പ്രപഞ്ചത്തിലുള്ളതൊക്കെ നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ അത് നമുക്ക് യൂണിവേഴ്സ് തരികയുള്ളൂ. ശക്തമായിട്ട് ആഗ്രഹിച്ചാൽ അത് നിങ്ങൾക്ക് ലഭിക്കും. എന്താണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരു സെക്യൂരിറ്റി ഇല്ലാത്ത അവസ്ഥ, അതായത് ഹസ്ബൻഡിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഒരു പ്രൊട്ടക്ഷൻ നഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവുമെങ്കിൽ നിങ്ങൾക്ക് ലൈഫിലേക്ക് ഒരു സെക്യൂരിറ്റി വരാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ ലൈഫിലൊരു നിങ്ങൾക്കൊരു വീടില്ലാത്ത വ്യക്തിയാണ്, നിങ്ങൾക്കൊരു വീട് ലഭിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ജോലി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി ലഭിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടെങ്കിൽ തിരിച്ചു ലഭിക്കില്ല. നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു ലഭിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ കാർ വാങ്ങാനാവാം, പുതിയ വീട് വാങ്ങാനാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ വീടാവാം. അത് തിരിച്ച് നിങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരിച്ചു വരുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അത് തിരിച്ചു വരുന്നുണ്ട്, തിരിച്ചു വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ഏതെങ്കിലും കേസിൽപ്പെട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവന്ന് പഴയ ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഏതെങ്കിലും കാര്യത്തിൽ കേസിലാണെങ്കിൽ ആ കേസ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് അനുകൂലമായിട്ട് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ നഷ്ടങ്ങളെല്ലാം നിങ്ങൾക്ക് ലാഭമായിട്ട് വരാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കില്ല എന്ന് നിങ്ങൾ കരുതിയതെല്ലാം അങ്ങനെ കരുതി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് യൂണിവേഴ്സ് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. അതിനായിട്ട് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ ശ്രമിക്കുന്നുണ്ട്.
നിങ്ങളത് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക, ശക്തമായിട്ട് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ ലൈഫിലേക്ക് പ്രോഗ്രസ് വരുന്നുണ്ട്, സക്സസ് വരുന്നുണ്ട്, ലക്ക് വരുന്നുണ്ട്. ഒരു ഭാഗ്യ സമയത്തിന്റെ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുകയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് കടക്കാൻ പോവുകയാണ് പലരും. അപ്പൊ നിങ്ങൾ അതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. മെഡിറ്റേഷൻ, പ്രാർത്ഥനയും കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ഉണ്ട്. ചുമ്മാ ഇരുന്ന് നമുക്കൊന്നും ലഭിക്കില്ല. നമ്മൾ ശക്തമായിട്ട് അത് ആഗ്രഹിക്കണം, അതോടൊപ്പം പ്രാർത്ഥിക്കണം, മാനിഫെസ്റ്റ് ചെയ്യണം. നമ്മളതിന് ഹാർഡ് വർക്ക് ചെയ്യുകയും വേണം, എങ്കിലേ നമുക്കത് ലഭിക്കുള്ളൂ. ഇതുണ്ട്, നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. പ്രൊട്ടക്ഷൻ നിങ്ങളുടെ ചുറ്റിലും ഉണ്ട്. ഒരു കുട്ടിയുടെ പുറകെ ഏഞ്ചൽ നടക്കുന്നുണ്ട്. ഏഞ്ചൽ എന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ പുറകെ നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. യൂണിവേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ട്. ഇവിടെ കുഞ്ഞിന്റെ പുറകെ ഉണ്ട്, ഡോഗ് ഉണ്ട്. അതിന്റെ ഡോഗും അതോടൊപ്പം മാലാഖ, ഏഞ്ചലിന്റെ സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ. നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സങ്കടങ്ങൾ അത് സന്തോഷമാക്കി തീർക്കാൻ യൂണിവേഴ്സ് ശ്രമിക്കും, നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ ശ്രമിക്കും. അപ്പൊ നിങ്ങൾ ആഗ്രഹിക്കുക, നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചലിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരു പക്ഷേ നഷ്ടപ്പെട്ടതിനോർത്ത് നീറി കഴിയുന്നവരാവാം നിങ്ങൾ. നഷ്ടപ്പെട്ട കാര്യങ്ങൾ ഓർത്ത് അതൊക്കെ എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്ന് ഒരുപാട് പ്രാർത്ഥിക്കുക, ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാവാം നിങ്ങൾ. തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാണ്. നിങ്ങളുടെ ലൈഫിൽ അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതിയ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ അത്ഭുതം കാണാൻ പോവാണ്. യൂണിവേഴ്സ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എൻ്റെ ലൈഫിലേക്കും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇതിന്റെ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.